निदा फासली द्वारा रचित 10वीं कक्षा के अब कहाँ दूसरे के दुख से दुखी होने वाले नामक पाठ पढ़ने के लिए जा रही हूँ. അപ്പോൾ നമുക്ക് നിദാ ഫാസിലി എഴുതിയ അബ് കഹാൻ ദൂസരേക്ക് ദുഃഖ സെ ദുഃഖി ഹോനെ വാലെ എന്നുള്ള പാഠം പഠിക്കാം. അപ്പോൾ ഇപ്പം നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ എല്ലാവരും അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ സ്വാർത്ഥ താല്പര്യങ്ങളുടെ ഇടയിൽ മറ്റുള്ളവരുടെ ദുഃഖം കാണാൻ, മറ്റുള്ളവർ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അവരെ സാന്ത്വനിപ്പിക്കാനായിട്ട് ആരും തന്നെ ഇല്ല. അങ്ങനെയുള്ളവർ വളരെ വിരളമാണ്. അപ്പോൾ ഈ പാഠത്തിൻ്റെ തലക്കെട്ടെന്ന് പറയുന്നതും അതാണ് നമ്മളെ എന്താണ് ബോധ്യപ്പെടുത്തുന്നത്. അബ് കഹാം ദൂസരേക്ക് ദുഃഖ സേ ദുഃഖി ഹോനെ വാലെ. ഇപ്പോൾ എവിടെയാണ് മറ്റുള്ളവരുടെ ദുഃഖം കണ്ടിട്ട് ദുഃഖിക്കുന്നവർ, അങ്ങനെയുള്ളവർ എവിടെയുണ്ട് എന്നാണ് ഇതിലൂടെ ചോദിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ നമുക്ക് ഈ പാഠത്തിലേക്ക് കിടക്കാം. बाइबिल के सोलमन, जिन्हें कुरान में सुलेमान कहा गया है, ईसा से 125 वर्ष पूर्व एक बादशाह थे. कहा गया है वह केवल मानव जाति के ही राजा नहीं थे, सारे छोटे बड़े पशु पक्षी के भी हाकिम थे. वह इन सब की भाषा भी जानते थे. അപ്പോൾ ബൈബിളിലെ സോളമൻ ഖുറാനിൽ എന്താണ് അറിയപ്പെടുന്നത്? സുലൈമാൻ എന്നാണ്. ബൈബിളിലെ സോളമനെ ഖുറാനിൽ സുലൈമാൻ എന്നാണ് വിളിക്കുന്നത്. അതായത് ക്രിസ്തുവർഷത്തിന് മുൻപ്, അതായത് 1025 മുമ്പ് അദ്ദേഹം ആരായിരുന്നു? ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിന് മാനവജാതിയുടെ രാജാവെന്നല്ല അറിയപ്പെടുന്നത്. ഈ ചെറുതും വലുതുമായിട്ടുള്ള ഈ ലോകത്തിലെ, ഈ ഭൂമിയിലെ, ഈ ജഗത്തിലെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും എല്ലാം ഹക്കീം എന്ന് വെച്ചാൽ എന്താണ്? ഭരണാധികാരി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം എന്താണ്? ഇൻ സബ്കി ഭാഷ ഫി ജാൻതേത്, അവരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ഭാഷ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. एक दफ़ा सुलेमान अपने लश्कर के साथ एक रास्ते से गुजर रहे थे. रास्ते में कुछ चींटियों ने घोड़ों की टोपों की आवाज़ सुनी तो डर कर एक दूसरे से कहा, आप जल्दी से अपने बिलों में चलो, फौज आ रही है. ഒരു ദിവസം, ദഫ മീൻസ് എന്താണ്? ഒരു തവണ സുലൈമാൻ തൻ്റെ ലഷ്കറിനോടൊപ്പം, ഭടന്മാരോടൊപ്പം, സേനയോടൊപ്പം ഇങ്ങനെ ഒരു വഴിയിലൂടെ കടന്നു വരികയായിരുന്നു. അപ്പോൾ വഴിയിൽ വെച്ച് കുറച്ച് ഉറുമ്പുകൾ ഈ അദ്ദേഹത്തിൻ്റെ കുതിരയുടെ കുളമ്പടി ശബ്ദം കേട്ടു. ടാപ്പോ എന്ന് വെച്ചാൽ എന്താ? കുളമ്പ് ശബ്ദം കേട്ടിട്ട് പേടിച്ചിട്ട് ഉറുമ്പുകൾ പരസ്പരം പറഞ്ഞെന്താ, പെട്ടെന്ന് മാറിക്കോ, അവരവരുടെ മാളത്തിലേക്ക് പൊയ്ക്കോളൂ, കാരണം എന്താ, സൈന്യം വരുന്നുണ്ട്. ഫൗജ് ആ റഹി ഹെ. സുലൈമാൻ ഉൻകി ബാतें सुनकर थोड़ी दूर पर रुक गए और चींटियों से बोले, घबराओ नहीं, सुलेमान को खुदा ने सबका रखवाला बनाया है. അപ്പോൾ സുലൈമാൻ ഇവരുടെ ഭാഷ അറിയാവുന്ന ആളല്ലേ. അപ്പോൾ അദ്ദേഹം ഇത് കേട്ടു. അത് കേട്ടിട്ട് കുറച്ച് ദൂരം മാറി നിന്നിട്ട് അദ്ദേഹം ഉറുമ്പുകളോട് പറഞ്ഞെന്താ, പേടിക്കണ്ട, സുലൈമാനെ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാവരുടെയും സംരക്ഷകനായിട്ടാണ്. മേ കിസി കെ ലിയേ മുസീബത്ത് നഹി ഹൂ. അപ്പോൾ എന്താണ്? ആർക്കും ഞാനൊരു ആപത്തുകാരി ആവില്ല. സബ്കെ ലിയേ മുഹബത്ത് ഹൂം. എല്ലാവരോടും എനിക്ക് എന്താണ്? സ്നേഹമാണുള്ളത്. ചീണ്ടിയോനെ ഉൻകെ ലിയേ ഈശ്വർ സേ ദുആക്കി. അപ്പോൾ ഇത് കേട്ടിട്ട് ഉറുമ്പുകളെല്ലാം എന്ത് ചെയ്തു? ഈശ്വരനോട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദുആക്കി. ഓർ സുലൈമാൻ അപ്പനി മൻസിൽ കി ഓർ ബെഡ് ഗയ്. അങ്ങനെ സുലൈമാൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയി.
ऐसी एक घटना का जिक्र सिंधी भाषा के महाകവി ഷേഖ് അയാസ് ने अपनी ആത്മകഥ में किया है. അപ്പോൾ ഇതുപോലെ ഒരു സംഭവത്തിനെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട് സിന്ധി ഭാഷയിലെ മഹാകവിയായ ഷേഖ് അയാസ് തൻ്റെ ആത്മകഥയിൽ. उन्होंने लिखा है, एक दिन उनके पिता कुएं से नहाकर लौटे. माँ ने भोजन परोसा. उन्होंने जैसे ही रोटी का कर तोड़ा, उनकी नज़र अपनी बाजू पर पड़ी. वहाँ एक काला चोंडा रेंग रहा था. वह भोजन छोड़कर उड़ खड़े हुए. ഒരു ദിവസം അയാസിൻ്റെ പിതാവ് എന്താണ് കിണറ്റിനരികിൽ പോയി നിന്ന് കുളിച്ചിട്ടൊക്കെ, അപ്പോൾ പണ്ട് കാലത്തൊക്കെ എന്താണ് അടുത്തൊക്കെ വെള്ളമൊക്കെ കോരി വെച്ചിട്ടാണ് ആൾക്കാർ നിന്ന് കുളിക്കാറുണ്ടായിരുന്നല്ലേ. അവിടെ പോയി നിന്ന് കുളിച്ചിട്ടൊക്കെ വന്ന് അപ്പോൾ അമ്മ എന്ത് ചെയ്തു, ഭക്ഷണം വിളമ്പി, ഭോജൻ പരോസ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ ഒരു റൊട്ടി കഷ്ണം എടുത്ത് ഇങ്ങനെ കയ്യിലേക്ക് വെക്കുന്ന സമയത്ത് അതിൻ്റെ കണ്ണുകൾ എങ്ങോട്ട് പോയി, ബാജു per പടി. ബാജു എന്ന് വെച്ചാൽ എന്താ, കയ്യിലേക്ക് പോയി. എന്താണ്, അവിടെ ഒരു കറുത്ത അട്ട എന്ത് ചെയ്യുന്നു, എഴഞ്ഞു കളിക്കുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെ. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എന്ത് ചെയ്തു, ഭക്ഷണം ഉപേക്ഷിച്ച് ചാടി എഴുന്നേറ്റങ്ങ് നിന്നു. അപ്പോൾ മാനേ പൂച്ച, അമ്മ ചോദിച്ചെന്താണ്, ക്യാ ബാത്ത് ഹെ ഭോജൻ അച്ഛാ നഹീ ലഗാ. അപ്പോൾ എന്താ, ആഹാരം നല്ലതല്ലേ, എന്ത് പറ്റിയെന്ന് അമ്മ ചോദിച്ചപ്പോൾ ഷേഖ് അയാസ് കെ പിതാ ബോലെ, നഹി യഹ് ബാത് നഹി ഹെ, मैंने एक घर वाले को बेघर कर दिया है. उस बेघर को कुएं पर उसके घर छोड़ना जा रहा हूँ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് എന്താ പറഞ്ഞ, അല്ല അങ്ങനൊന്നും അല്ല, അതുകൊണ്ടൊന്നും അല്ല എഴുന്നേറ്റത്. പിന്നെ ഞാൻ ഒരു വീടുള്ള ആളിന് വീടില്ലാതാക്കി. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പം വീടില്ലാതായ ആളിനെ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടായ കിണറ്റിലേക്ക് അത് കൊണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അട്ട വസിക്കുന്നത് കിണറിലാണ്. അപ്പോൾ ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയപ്പോഴാണ് ദേഹത്തേക്ക് വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിലൂടെ പറയുന്നത് എന്താണ്, ആ സുലൈമാനെ പോലെ തന്നെ ഈ അയാസിൻ്റെ പിതാവും എന്താണ്, മറ്റു ജീവജാലങ്ങളെ തങ്ങളെപ്പോലെ തന്നെ കരുതുന്നു എന്നുള്ളതാണ്. അതാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു അട്ടയെ കണ്ടാൽ ദൂരെ നീക്കി എറിയുന്നിടത്ത് അദ്ദേഹം എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ കൊണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ്. बाइबिल और दूसरे पावन ग्रंथों में नूह के नाम के एक पैगंबर का जिक्र मिलता है. उनका असली नाम लश्कर था, लेकिन अरब ने उनको नूह के लक़ब से याद किया है. वह इसलिए कि आप सारी उम्र रोते रहे. അപ്പോൾ ബൈബിളിൽ മറ്റ് പവിത്ര ഗ്രന്ഥങ്ങളിലുമൊക്കെ നൂഹ് എന്ന പേരിൽ ഒരു പ്രവാചകനെ കുറിച്ചുള്ള വർണ്ണന കാണാൻ കഴിയും. ജിഗ്ര മീൻസ് വർണ്ണന. ഉൻക പൈഗംബർ ആരാണ്, പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്തായിരുന്നു, ലഷ്കർ എന്നായിരുന്നു. എന്നാൽ അറബിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്, നൂഹ് എന്ന പേരിലാണ്. അപ്പോൾ ലഖബ് എന്ന് വെച്ചാൽ എന്താ, ഒരു പദവി, സ്ഥാനപ്പേര്. നൂഹ് എന്ന പദവിയാണ് കൊടുത്തിരുന്നത്. എന്തുകൊണ്ടാണ്, വഹ് ഇസ്ലിയേക്ക് അബ് സാരി ഉമ്ര രോത്തേ രഹെ, എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം, അദ്ദേഹത്തിൻ്റെ ജീവനുള്ള സമയം മുഴുവൻ എന്ത് ചെയ്തു, അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. ഇസ്ക കാരൻ ഏക്ക് ജഗ്മി കുത്താഥ. അപ്പം അതെന്താണ് അതിന് കാരണം, ഒരു മുറിവേറ്റ ഒരു പട്ടിയായിരുന്നു അതിന് കാരണം. നൂഹ് കെ സാമനെ സേ ഏക് ബാർ ഏക് ഘായൽ കുത്ത ഗുസറ. അപ്പോൾ ഒരു ദിവസം ഒരു മുറിവേറ്റ ഡോഗ് എന്ത് ചെയ്തു, ഈ നൂഹിന് മുന്നിലൂടെ പോയി. അപ്പോൾ നൂഹിനെ ഉസേ ദുത്കാർത്തെ ഹുയേ കഹ ദൂർ ഹോ ജാ ഗന്ദേ കുത്തേ. അപ്പം നൂഹ് വളരെ ആ ഡോഗിനെ അപമാനിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് ദുത്കാരണ മീൻസ് അപമാനകാരന, അപമാനിച്ചുകൊണ്ട് പറഞ്ഞെന്താ, ദൂർ ഹോ ജാ ഗന്ദേ കുത്തേ, വൃത്തികെട്ട പട്ടി നീ ദൂരേക്ക് പോകുന്നു പറഞ്ഞു. ഇസ്ലാമേയും കുത്തോങ്കോ ഗന്ധ സമച്ച ജാത്താഹേ. അതുകൊണ്ടാണ് ഇസ്ലാം മത വിശ്വാസികൾ ഈ ഡോഗിനെയൊക്കെ എന്താണ് അവർക്ക് ഇത് ഹറാമാണ് അല്ലേ.
അപ്പോൾ कुत्ते ने उनकी दुत्कार सुनकर जवाब दिया, न मैं अपने मर्जी से कुत्ता हूँ, न तुम अपनी പസന്ത് സേ ഇൻസാൻ ഹോ. അപ്പോൾ ആ അപമാനം കേട്ടുകൊണ്ട് ആ ഡോഗ് എന്താണ് മറുപടി പറഞ്ഞത്? ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ട്, മർസി മീൻസ് എന്താണ്? ഇഷ്ടം കൊണ്ട് ഡോഗ് ആയതല്ല, അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ഇഷ്ടം കൊണ്ടല്ലല്ലോ മനുഷ്യനായത്. ബനാനെ വാലാ സബ്കാത്തോ വഹി ഏക് ഹെ. എല്ലാവരെയും സൃഷ്ടിച്ചത് അത് ഒരേ സൃഷ്ടികർത്താവാണെന്ന് ആര് പറഞ്ഞു? ആ ഡോഗ് പറഞ്ഞു. അപ്പോൾ കവി ഇവിടെ പറയുന്നത് എന്താ? മട്ടി സേ മട്ടി മിലേ ഖോക്കെ സഫി നിഷാൻ കിസ്മീൻ കിത്തന കോൻ ഹെ കേസേ ഹോ പഹചാൻ. അപ്പം മട്ടി സേ മട്ടി മിലേ. ഇപ്പോൾ ഇവിടെ എന്താ പറയുക? മട്ടി മീൻസ് എന്താണ്? മണ്ണ്, ഭൂമി. ഈശ്വരൻ എല്ലാവരെയും നിർമ്മിച്ചിരിക്കുന്നത് ഒരു മണ്ണിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നാണ്. അപ്പോൾ യദി സഫി കെ പ്രാൺ നികൽ കർ വാപ്പസ് മിട്ടി ബനാ ദിയാ തോ കിസി കാ കോയി നിഷാൻ നഹീ രഹേഗ. അപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മൾ മണ്ണോട് ചേർന്ന് കഴിയുമ്പോൾ പിന്നെ ഇന്ന ആൾക്കാരാണെന്നുള്ള ഒരു അടയാളമൊന്നും കാണില്ല. എല്ലാവരും ഒരേ മണ്ണിലാണ് ചേരുന്നത്. നിഷ എന്ന് വെച്ചാൽ എന്താ? ഒരടയാളം. അല്ലാതെ ഇന്ന പേരിലുള്ള ആൾ ഇന്ന ഇവിടെ അങ്ങനെ എങ്ങനെയൊന്നും ഇല്ല. എല്ലാവരും ഒരുപോലെയാണ് ജനിക്കുന്നതും മരിക്കുന്നതും മരിച്ചു മണ്ണടിയുന്നതും എല്ലാം അവസാനം എന്താണ്? മണ്ണിനോട് ചേരുന്നു. ആ കേസേഹോ പഹച്ചാൻ, അങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഈ മണ്ണിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരാണ് എന്താണെന്ന്. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നൂഹിനെ ജബ് ഉസ്കി ബാത് സുനി ഓർ ദുഃഖി ഹോ മുദ്ദത്ത് തക് റോത്തെ രഹേ. ഇപ്പോൾ നൂഹ് എന്ത് ചെയ്തു? പട്ടി പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് വളരെ ദുഃഖിച്ച് കുറേ കാലം ഒരുപാട് നാള് എന്ത് ചെയ്യുക? ഒരു ഒത്തേരഹി കരഞ്ഞുകൊണ്ട് ഇരുന്നു. അതാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഓർക്കാൻ, നൂഹ് എന്ന പേരിൽ ആ പദവി ലഭിക്കാൻ കാരണം. महाभारत में युधिष्ठिर का जो अंत तक साथ निभाता नजर आता है वह भी प्रतीकात्मक रूप में एक कुत्ता ही था. सब साथ छोड़ते गए तो केवल वही उनके एकांत को शांत कर रहा था. നമുക്കറിയാം പഞ്ചപാണ്ഡവന്മാരിലെ മുതിർന്ന ഏറ്റവും മൂത്തവനായ യുധിഷ്ഠിരൻ എല്ലാവരും യുദ്ധത്തിൽ മരിച്ചു കഴിയുമ്പോൾ അവസാനം അദ്ദേഹത്തിന് കൂട്ടായിട്ട് ആര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഒരു കുത്ത. അത് യഥാർത്ഥത്തിൽ അതെന്താണ്? യമരാജനായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സിംബോളിക്കായിട്ട് അതൊരു കുത്തയായിരുന്നു. അത് യമരാജനാണെന്നാണ് പറയുന്നത്. എല്ലാവരും ഉപേക്ഷിച്ച് പോയിട്ടും അദ്ദേഹത്തിൻ്റെ ഏകാന്ത ജീവിതത്തിന് അതായിരുന്നു എന്ത് കൊടുത്തിരുന്നത്? ശാന്തി പ്രദാനം ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? എല്ലാ ജീവജാലങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. ദുനിയ കൈസെ വജൂദ് മേ ആയി, പെഹ്ലാ ക്യാ ഥി, किस बिंदु से इसकी यात्रा शुरू हुई, इन प्रश्नों के उत्तर विज्ञान अपनी तरह से देता है. അപ്പോൾ ദുനിയ, ഈ ലോകം, അതിൻ്റെ അസ്തിത്വം എന്താണ്? വജൂദ്. പെഹ്ലെ ക്യാ ഥി, ആദ്യം എന്തായിരുന്നു? ഏതു ബിന്ദുവിൽ നിന്നാണ് ഇത് ആരംഭിച്ചത്? ഇതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ നമുക്ക് എന്തിൽ നിന്ന് കിട്ടും? ശാസ്ത്രത്തിൽ നിന്ന് ലഭിക്കും, അല്ലേ? അപ്നി തരഹ്സെ ദേത്ത ഹെ. ശാസ്ത്രം അതിൻ്റെതായ രീതിയിൽ പല തരത്തിൽ നമുക്ക് ഇതിനുള്ള ഉത്തരങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ എവിടെ നിന്ന് കിട്ടും? ധാർമ്മിക് ഗ്രന്ഥ അപ്നി തരഹ്സെ. ധാർമ്മിക മതപരമായ ഗ്രന്ഥങ്ങളുടെ, അതായത് ഭഗവത്ഗീത, രാമായണം അങ്ങനെയുള്ളതൊക്കെ വായിക്കുമ്പോഴും നമുക്ക് എന്ന് തുടങ്ങി എന്നൊക്കെയുള്ള ഒരു ചെറിയ ഐഡിയയൊക്കെ നമുക്ക് ലഭിക്കും, അല്ലേ? അപ്പോൾ संसार की रचना भले ही कैसे हुई हो लेकिन धरती किसी एक की नहीं है. ഈ ലോകം എന്ന് തുടങ്ങി, അല്ലെങ്കിൽ അതിൻ്റെ സൃഷ്ടി എങ്ങനെയാണെന്നുള്ളത് എങ്ങനെയായിക്കൊള്ളട്ടെ, എന്നാൽ ഭൂമി എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും
ഉള്ളതാണ്. കിസി ഏക് കി നഹി ഹെ, ഒരു വ്യക്തിയുടേത് അല്ലെങ്കിൽ ആരുടെയും അല്ല. പഞ്ചി, മാനവ്, പശു, നദി, പർവ്വത്, സമന്ദർ ആദി കി ഇസ്മേ ബരാബർ കി ഹിസ്സേദാരി ഹെ. പർവ്വതങ്ങൾക്കും മനുഷ്യനും മൃഗങ്ങൾക്കും നദികൾക്കും സമുദ്രത്തിനും എല്ലാം എന്താണ്, ഇതിൽ തുല്യ അവകാശമുണ്ട്. യഹ് ഓർ ബാത് ഹെ കി ഇസ് ഹിസ്സേദാരി മേം മാനവ ജാതിനെ അപ്നി ബുദ്ധി സെ ബെടി ബെടി ദീവാരേം ഖടി കർ ദി ഹെ. അപ്പോൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ എല്ലാവർക്കും തുല്യ അധികാരം ഉണ്ടെന്ന് പറയുന്നല്ലോ, അതിൽ മനുഷ്യജാതി എന്ന് പറയുന്നത് അവൻ്റെ ബുദ്ധി കൊണ്ട് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കി എന്നുള്ളതാണ്. पहले पूरा संसार एक परिवार के समान था, अब टुकड़ों में बांटकर एक दूसरे से दूर हो चुका है. ആദ്യം ഈ ലോകം ഒന്നായിരുന്നു, ഒരു കുടുംബം പോലെയായിരുന്നു, എന്താ ഏകൈക കുടുംബകമായിരുന്നു. അപ്പോൾ അത് മാറി ഇപ്പോൾ എന്താണ്, ടുക്കടോമയും ബണ്ട്കർ, ഇപ്പം പല പല കഷ്ണങ്ങളായി വിഭജിച്ച് അല്ലെ പല പല ഭാഗങ്ങളായി. പെഹലെ ബഡേ ബഡേ ദാലാനോ ആംഗനോ മേ സബ് മിൽക്ക് ജുൽക്കർ ഹത്തെ ഥേ. ആദ്യകാലങ്ങളിൽ വലിയ വലിയ പൂമുഖങ്ങളും മുറ്റങ്ങളും അവിടെ എല്ലാവരും എന്താണ് ഒരുമിച്ച് കൂടി കൂട്ടുകുടുംബം പോലെ ജീവിച്ചു. സബ് അബ് ചോട്ടെ ടിബ്ബേ മേം ചോട്ടെ ചോട്ടെ ഡിബ്ബെ ജैसे घरों में जीवन सिमटने लगा है. ഇപ്പോഴെങ്ങനെയാണ് ചെറിയ ചെറിയ വീടുകളിൽ, ബോക്സ് പോലുള്ള വീടുകളിലാണ് ജീവിതം തള്ളി നിൽക്കുന്നത്. പിന്നെന്താ പറയുന്നത്, बढ़ती हुई आबादियों ने समंदर को पीछे सरकाना शुरू कर दिया है. അപ്പോൾ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ സമുദ്രത്തിനെ പിന്നോട്ട് നീക്കുന്നു. സർക്കാന മീൻസ് എന്താ, നീക്കാൻ ആരംഭിച്ചു. പേടോങ്കോ രാസ്തേ സേ ഹടാന ശുരു കർദിയ. ഈ ജനസംഖ്യ കാരണം വൃക്ഷങ്ങളൊക്കെ വഴിയിൽ നിന്ന് നീക്കപ്പെട്ടു. ഫൈലത്തെ ഹുയെ പ്രദൂഷണെ പഞ്ചിയോങ്കോ ബസ്തിയോം സേ ഭഗാന ശുരു കർദിയ. അതുപോലെ തന്നെ ഈ വർദ്ധിച്ചു വരുന്ന മലിനീകരണം പക്ഷികളുടെ ആവാസ സ്ഥാനത്തെ നിന്ന് അവയെ ഓടിച്ചു കളഞ്ഞു. ബാരൂദോങ്കി വിനാശലീലാവും നെ വാതാവരൺ കോ സദാന ശുരു കർദിയ. അതുപോലെ തന്നെ ഈ വെടിമരുന്നുകളുടെയൊക്കെ സ്ഫോടക മരുന്നുകളുടെയൊക്കെ വിനാശങ്ങൾ എന്താണ്, അന്തരീക്ഷത്തെ ഉപദ്രവിക്കാൻ തുടങ്ങി. അബ് ഗർമി മേ സ്യാദാ ഗർമി बेवक्त की बरसातें, जलजले, सैलाब, तूफान और नित नए रोग मानव और प्रकृति के इसी असंतुलन के परिणाम है. അപ്പോൾ ഈ ജനസംഖ്യ വർദ്ധിച്ചതോടുകൂടി എന്താണ്, അന്തരീക്ഷ മലിനീകരണവും സമുദ്രത്തിനെ അല്ലെങ്കിൽ ജലാശയങ്ങളെ ജലാശയങ്ങളിലൊക്കെ വീടുകൾ വയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്ക്, മരങ്ങൾ വെട്ടാൻ തുടങ്ങിയപ്പോഴേക്കൊക്കെ എന്ത് ചെയ്തു, ഇപ്പോൾ എന്താണ് അവസ്ഥ, പ്രകൃതി അസന്തുലിതമായി, പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നഷ്ടപ്പെടുകയും, ഇപ്പോൾ ചൂടാണെങ്കിൽ ഭയങ്കര ചൂട്, വേവക്തക്ക് ബർസാത്തെ സംയോജിതമല്ലാത്ത മഴകൾ, അതുപോലെ ജലജലയും ഭൂകമ്പങ്ങൾ, സൈലാബ് വെള്ളപ്പൊക്കങ്ങൾ, കൊടുങ്കാറ്റുകൾ, പുതിയ പുതിയ രോഗങ്ങൾ, അങ്ങനെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ടു. നേച്ചർ കി സഹനശക്തിക്ക് ഏക്ക് സീമാ ഹോത്തി ഹെ. എന്താണ്, പ്രകൃതിക്കും സഹിക്കുന്നതിന് ഒരു അതിരില്ലേ. नेचर के गुस्से का एक नमूना कुछ साल पहले बम्बई में देखने को मिला था और यह नमूना इतना डरावना था कि बम्बई निवासी डरकर अपने अपने पूजा स्थल में अपने खुदाओं से प्रार्थना करने लगे थे. ഇങ്ങനെ പ്രകൃതിയുടെ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണം അല്ലെങ്കിൽ പ്രകൃതിയുടെ സഹനശക്തി നശിച്ചു എന്നതിനൊരു തെളിവാണ് വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ സംഭവിച്ചത്. എന്തായിരുന്നു, സുനാമി നമ്മൾ കണ്ടല്ലേ. അപ്പോൾ ഈ സുനാമി ഒരു ഉദാഹരണമാണ്. അപ്പോൾ അതത്രയും ബോംബെ നിവാസികളെ എല്ലാവരെയും പേടിപ്പിച്ചു. അവരവരുടെ പൂജാ സ്ഥലങ്ങളിൽ പോയിരുന്ന് എന്ത് ചെയ്തു, ഈശ്വരനോട് പ്രാർത്ഥിച്ചു. कई सालों से बड़े बड़े बिल्डर समंदर को पीछे धकेल कर उसका ज़मीन को हथियारा कर दे रहे थे.
ഇപ്പോൾ വർഷങ്ങളായിട്ട് വലിയ വലിയ ബിൽഡർമാർ എന്താണ് ഫ്ലാറ്റുകളൊക്കെ നിർമ്മിക്കുന്ന ബിൽഡർമാർ എന്ത് ചെയ്തു, ഈ സമുദ്രത്തിനെ നദികളെയും എന്ത് ചെയ്തു, പിന്നോട്ട് നീക്കി. അതായത് സമുദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വരെ എന്ത് ചെയ്തു, ഇവ ഒരു വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. അങ്ങനെ ബേച്ചാര സമന്തർ ലഗാതാർ സിമട്ത ജാരഹാഥ, അങ്ങനെ സമുദ്രത്തിന് തന്നെ എന്താണ് പാവം സമുദ്രത്തിന് തന്നെ നിൽക്കാൻ സ്ഥലമില്ലാതായി. പെഹലെ ഉസ്നെ അപ്നി ഫൈലി ഹുയി ടാങ്കേം സമേട്ട എന്ത് ചെയ്തു, ആദ്യമേ അത് തൻ്റെ വിശാലമായ കാലുകളെ അങ്ങ് ഒതുക്കി. എന്താണ് കാലുകളെന്ന് പറയുമ്പോൾ, അപ്പോൾ എത്രത്തോളം വ്യാപിച്ചു കിടന്നെയാണോ അത് കൂടുതൽ ഒതുങ്ങാൻ തുടങ്ങി. ഥോടാ സിമറ്റ് കർ ബൈറ്റ് ഗയ, പിന്നെ ഒതുങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് എന്ത് ചെയ്തു, ഇരുന്നു. ഫിർ ജഗഹ് കമി പടിയതോ, പിന്നെ ഇരിക്കാൻ പോലും സ്ഥലമില്ലാതായപ്പോൾ എന്ത് ചെയ്തു, ഉഗഡ് ബൈട്ടു, ഇങ്ങനെ കുത്തിയിരിക്കാൻ തുടങ്ങി. പിന്നെയോ ഫിർ ഖടാ ഹോ ഗയ, അപ്പോൾ ഇരിക്കുന്ന അത്രയും പോലും സ്ഥലം വേണ്ടല്ലോ നിൽക്കാൻ, പിന്നെന്ത് ചെയ്യും, നിൽക്കാൻ തുടങ്ങി. ജബ് ഖടേ രഹനേക്ക് ജഗഹ് കമ്പടിയതോ, നിൽക്കാനും ഇടമില്ലാതായപ്പോൾ എന്ത് ചെയ്തു, ഉസേ ഗുസ്സ ആകയ, സമുദ്രത്തിന് ദേഷ്യം വന്നു. അപ്പോൾ ഈ സുനാമി ഉണ്ടായതിൻ്റെയൊക്കെ കാരണം പറയുവാണ് ലേഖകൻ. ജോ ഇത്തനാ ബഡാ ഹോത്താ ഹേ ഉത്തനാ ഹി കം ഗുസ്സ ആത്താ ഹേ. അപ്പോൾ എത്ര വലുതാണ് സമുദ്രം, പക്ഷേ ഉത്തനാ ഹി കം ഗുസ്സ ആത്താ ഹേ, അത്ര എന്താണ് തോളം ചെറിയ ദേഷ്യമാണ് വന്നത്. പരന്തു ആത്താ ഹേ തോ രോക്ന മുഷ്കിൽ ഹോ ജാത്താ ഹേ, അതിന് വലിയതാണെങ്കിലും ദേഷ്യം കുറവാണ്, പക്ഷെ വന്നാലോ അതിനെ തടയുവാൻ പ്രയാസമാണ്. ഓർ യഹി ഹുവാ ഉസ്നെ ഏക് രാത് അപ്നി ലഹരോं पर दौड़ते हुए 3 जहाजों को उड़ाकर बच्चों की गेंद की तरह 3 दिशाओं में फेंक दिया. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ തൻ്റെ തിരമാലകളിലൂടെ ഓടിക്കൊണ്ടിരുന്ന 3 കപ്പലുകളെ എന്ത് ചെയ്തു, കുട്ടികളുടെ ബോള് പോലെ എടുത്ത് 3 ദിക്കുകളിലേക്കും എറിഞ്ഞു. അതിന് സമുദ്രത്തിൻ്റെ ദേഷ്യം സഹിക്കാനാവാതെ ഏക് വേർലി കെ സമന്ദർ കെ കിനാരെ पर आकर गिरा, दूसरा बांद्रा में कार्टर रोड के सामने औंधे मोहर, तीसरा गेट वे ऑफ इंडिया पर टूटकर सैलानियों के नजारा बन बावजूद कोशिश फिर से चलने फिरने के काबिल नहीं हो सके. അപ്പോൾ ഒന്ന് വീണത് വേർലിയിലാണെങ്കിൽ വേർലിയുടെ ബീച്ച് ിലാണെങ്കിൽ, രണ്ടാമത്തെ ബാന്ദ്രയിലെ കാർട്ടർ റോഡിലാണ്, മൂന്നാമത്തത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ ഒരുപാട് സന്ദർശകരൊക്കെ എപ്പോഴുമുള്ള ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെയാണ് വന്ന് വീണത്. പിന്നെ ആ 3 എണ്ണവും എന്താണ്, ഉപയോഗിക്കാൻ കൊള്ളില്ലാത്ത അവസ്ഥയായി. അപ്പം ഇതെന്താണ്, സമുദ്രത്തിൻ്റെ ദേഷ്യത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ലേഖകൻ പറഞ്ഞിരിക്കുന്നത്. മേരി മാ കഹത്തി ഥി സൂരജ് ഠലെ ആങ്കൻ കെ പേടോം സെ പത്തെ മത് തോടോ, പേട് रोएंगे, दिया बत्ती वक्त फूलों को मत तोड़ो, फूल बंधवा देते हैं. അപ്പോൾ എന്താ പറയുന്നത്, ലേഖകൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് കുട്ടിക്കാലത്ത്, എന്താണ്, സൂര്യാസ്തമയം കഴിഞ്ഞു കഴിഞ്ഞാൽ മുറ്റത്ത് എന്താണ് വൃക്ഷങ്ങളിൽ നിന്ന് ഇലയൊന്നും പൊട്ടിക്കരുതെന്നും, അതുപോലെ പൊട്ടിച്ചാൽ എന്താണ് വൃക്ഷങ്ങൾ കരയുമെന്ന്, അതുപോലെ വിളക്ക് കൊളുത്തുന്ന സമയത്ത് പൂക്കൾ പറിക്കാൻ പാടില്ല എന്നും അത് ശാപിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ബദ്വ മീൻസ് എന്താണ്, ശാപം. ദരിയ പർ ജാവൂത്തോ ഉസേ സലാം കിയാ കരോ, പിന്നെ എന്തേ പറഞ്ഞിട്ടുണ്ട്, നദിയുടെ തീരത്ത് പോകുന്ന സമയത്ത് അതിനെ നമസ്കരിക്കണമെന്ന്. അപ്പോൾ എന്ത് ചെയ്യും, വഹ് ഖുഷ് ഹോത്താ ഹേ, അവർ അതിന് സന്തോഷമാവും. കബൂത്തരോങ്കോ മത് മതാ സതായാ കരോ വേ ഹസ്രത് മുഹമ്മദ് കോ അസീസ് ഹേ. അപ്പം കബൂത്തർ, പ്രാവുകളെ ഒരിക്കലും ഉപദ്രവിക്കരുത്, അത് ഹസ്രത് മുഹമ്മദിൻ്റെ പ്രിയപ്പെട്ടവനാണ്. उन्हें अपनी मज़ार के नीले गुंबद पर घोंसले बनाने की इजाज़त दे रखी है. അപ്പോൾ ഈ ഹസ്രത് മുഹമ്മദിൻ്റെ ശവകുടീരത്തിൽ അതിൻ്റെ ഗോപുരത്തിൽ ഈ പ്രാവുകൾക്ക് വസിക്കാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇടം നൽകിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പ്രാവുകൾ. അപ്പോൾ അതിനെ എന്ത് ചെയ്യരുത്, ഒരിക്കലും ഉപദ്രവിക്കരുത്. മുർഗേക്കോ പരേഷാൻ നഹീ കിയാ കരോ,
അതുപോലെ തന്നെ പൂവൻകോഴികളെ നമ്മൾ ഉപദ്രവിക്കരുത്, അവരെ ശല്യപ്പെടുത്തത്. എന്താണ് അതാ വഹ് മുല്ലാജി സെ പെഹലെ മൊഹല്ലെ മേം അജാൻ ദേക്കർ സബ്ബു സവേറ ജഗാതാ ഹെ. മുല്ലാജിക്ക് പെഹലെ, മുല്ലാജി എന്താണ് മുസ്ലിം പള്ളികളിൽ വാങ്ക് വിളിക്കാൻ പോകുന്ന മുല്ലാജിയെക്കാളും മുമ്പേ നമ്മളെ ഉണർത്തുന്നത് ആരാണ്? ഈ മുർഗയാണ്. അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യരുത്? പരേഷാൻ നഹീം കിയാ കരോ, അതിനെ ശല്യപ്പെടുത്തരുത്. സബ്കി പൂജ ഏക് സി അലഗ് അലഗ് ഹെ റീത്, മസ്ജിദ് ജായി മൗലവി കോയൽ ഗായേ ഗീത്. അപ്പോൾ എന്താ പറയുന്നത്? എല്ലാവരുടെയും പൂജ ഒന്നാണ്, എല്ലാവരും പൂജിക്കുന്നത് ദൈവങ്ങളെയാണ്. പക്ഷെ എന്താണ്? അലഗലഗ് രീതി, പ്രത്യേകം രീതികളിലാണെന്നേ ഉള്ളൂ. അതായത് രീതികളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പൂജകളെല്ലാം അല്ലെങ്കിൽ ദൈവങ്ങളെല്ലാം ഒന്നാണ്. മസ്ജിദിലെ മൗലവി പോവും. അതുപോലെ തന്നെ കുയിലിനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പാട്ടുപാടാനായിട്ടാണ്. ग्वालियर में हमारा एक मकान था, उस मकान के दालान में 2 रोशनदान थे. അപ്പം ലേഖകന് ഗ്വാളിയോറിൽ എന്താണ് ഒരു വീടുണ്ട്. അവിടുത്തെ ആ കെട്ടിടത്തിൽ ദാലാൻ, വരാന്തയിൽ, കോട്ടിയാടിൽ ഒരു 2 വെന്റിലേറ്റർ, ചെറിയ എന്താണ് ജനലുണ്ട്. അപ്പോൾ ഉസ്മേൻ കബൂത്തർക്ക് ഏക്ക് ജോഡേനെ ഘോംസ്ല ബനാ ലിയാ था. അപ്പോൾ അതിൽ വന്നിട്ട് എന്ത് ചെയ്തു? 2 പ്രാവുകൾ, ഒരു ജോഡി പ്രാവുകൾ എന്ത് ചെയ്തു? കൂടുണ്ടാക്കി. एक बार बिल्ली ने उछलकर 2 में से एक अंडा तोड़ दिया. മേരി മാനെ ദേഖാത്തോ ഉസേ ദുഃഖു. അപ്പോൾ ഒരിക്കലും പൂച്ച കയറി എന്ത് ചെയ്തു? അതിൽ ഒരു മുട്ട അങ്ങ് നശിപ്പിച്ചു. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ദുഃഖമായി. ഉസ്നെ സ്റ്റൂൾ पर चढ़कर दूसरे अंडे को बचाने की कोशिश की, लेकिन इस कोशिश में दूसरा अंडा उसी के हाथ से गिरकर टूट गया. അങ്ങനെ അമ്മ എന്ത് ചെയ്തു? ഒരു സ്റ്റൂളൊക്കെ എടുത്തിട്ട് 2ാമത്തെ മുട്ട എങ്കിലും രക്ഷിക്കാമെന്ന് കരുതി നോക്കിയപ്പോൾ എന്ത് ചെയ്തു? അതും അവരുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോയി. കബൂത്തർ പരേശാനിമേ ഇധർ ഉധർ ഫട്ഫടാ രഹേദേ. അപ്പോൾ പ്രാവ് എന്ത് ചെയ്തു? തൻ്റെ മുട്ടകളൊക്കെ പൊട്ടിപ്പോയപ്പോൾ പ്രാവുകൾ അവിടെ ചിറകടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു. ഉൻകി ആംഖോമേ ദുഃഖ് ദേഖ് കർ മേരി മാക്കി ആംഖോമേ ആസു ആകെ. അപ്പോൾ ലേഖകൻ്റെ അമ്മയ്ക്ക് ഈ പ്രാവുകളുടെ ദുഃഖം കണ്ടിട്ട് വളരെയധികം വിഷമം വന്നു. അവർ കരഞ്ഞു. ഇസ് ഗുനാഹ് കോ ഖുദാ സെ മുവാഫ് കരാനെ കെ ലിയെ ഉസ്നെ പൂരേ ദിൻ റോസാ രഖ. അപ്പോൾ ഈ ഞാൻ ചെയ്തു പോയ പാപത്തിന് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് അവർ ഒരു ദിവസം മുഴുവൻ എന്ത് ചെയ്തു? റോസാ രഖ, നൊയമ്പെടുത്തു. ദിൻ ഫർ കുച്ച് ഖായാ പിയാ നഹി, ദിവസം മുഴുവൻ ഒന്നും കുടിച്ചതുമില്ല, കഴിച്ചതുമില്ല. സിർഫ് റോത്തി രഹി ഓർ ബാർ ബാർ നമാസ് പढ़ कर खुदा से इस गलती को मुआफ करने की दुआ मांगती रही. അവർ ഒന്നും കഴിക്കുകയും കുടിക്കുകയും ചെയ്യാതെ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് കരഞ്ഞ് അല്ലാഹുവിനോട് എന്താണ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇതിൽ നിന്ന് മാപ്പ് ലഭിക്കണം, തെറ്റ് ചെയ്തു പോയതിൽ നിന്ന്. ग्वालियर में बम्बई की दूरी ने संसार को काफ़ी कुछ बदल दिया है. वर्सोवा में जहाँ आज मेरा घर है, पहले यहाँ दूर तक जंगल था. അപ്പോൾ ഗ്വാളിയോറിൽ ഈ നിദാഫ് ഫാസിലിയുടെ ബാല്യകാലം ഗ്വാളിയോറിലായിരുന്നു. അദ്ദേഹം ഇപ്പോൾ വർസോവയിലാണ് താമസിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബോംബെയ്ക്കും വർസോവയ്ക്കും ഇടയ്ക്കിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. പഹലെ യഹാ ദൂർ തക് ജംഗൽ ഥ. അപ്പോൾ ഇവിടെ ആദ്യ കാലഘട്ടത്തിൽ എന്തായിരുന്നു? ഭയങ്കര വനമായിരുന്നു. പേട് ദേ പരിന്തേ ദേ ഓർ ദൂസരേ ജാൻവർ ഥേ. അപ്പോൾ പക്ഷികളും മൃഗങ്ങളും വൃക്ഷങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പരിന്തേ മീൻസ് എന്താ? പക്ഷികൾ. അപ്പോൾ യഹാ സമന്ദർ के किनारे ലംബി ചൗടി ബസ്തി ബൻ ഗയ് ഹൈ. ഇപ്പോൾ സമുദ്രതീരത്ത് പോലും എന്താ വലിയ വലിയ വീടുകൾ അല്ലെങ്കിൽ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു. ഇസ് ബസ്തി ना जाने कितने परिंदों शरिंदों से उनका घर छीन लिया है. ലേഖകൻ പറയാണ്, ഈ ആൾക്കാർ അല്ലെങ്കിൽ ഈ ആളുകൾ ഇങ്ങനെ വസിക്കാൻ തുടങ്ങിയപ്പോൾ എത്ര പക്ഷികളുടെയും മൃഗങ്ങളുടെയും വാസസ്ഥലമാണ് നഷ്ടപ്പെടുത്തിയത്. ഇൻമീൻസ് കുച്ച് ഷഹർ ചോട്ട്കർ ചലയുകയെ. ഇവയിൽ കുറേ പേര് എന്ത് ചെയ്തു? ഇവയിൽ ഈ ജീവികൾ കുറേ പട്ടണം ഉപേക്ഷിച്ച് പോയി. ജോ നഹീൻ ജാ സക്കെ ഹെ ഉനോനെ ഹാ വഹാ ഡേര ഡാൽ ലിയാ ഹെ.
അപ്പോൾ എങ്ങോട്ടെങ്കിലും പോകാൻ കഴിയാതിരുന്ന കുറച്ച് ഉണ്ട്, അവരെന്ത് ചെയ്തു, അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് താവളം ഉറപ്പിച്ചു. ഡേര ഡാൽന മുഹാവറയാണ് താവളം ഉറപ്പിക്കുക, അസ്ഥായി രൂപ സെ രഹന എന്നാണ്. ഇൻമേ സെ ദോ കബൂത്തറോനെ മേരെ ഫ്ലാറ്റ് കെ ഏക്ക് മച്ചാൻ മേ ഘോംസല ബനാ ലിയ ഹെ. അപ്പോൾ ഇങ്ങനെ എങ്ങോട്ടും പോകാൻ കഴിയാതിരുന്നതിൽ 2 പ്രാവുകൾ എന്ത് ചെയ്തു, ലേഖകൻ്റെ മച്ചിൽ, വീടിൻ്റെ മച്ചിൽ എന്ത് ചെയ്തു, ഒരു കൂടുണ്ടാക്കി. ബെച്ചെ അഫി ചോട്ടെ, കുഞ്ഞുങ്ങൾ, പ്രാവിൻ്റെ കുഞ്ഞുങ്ങൾ വളരെ ചെറുതാണ്. ഉൻകെ ഖിലാനെ പിലാനേക്ക് ജിമ്മേദാരി അഫ് ബെഡേ കബൂത്തരം കി ഹെ. അപ്പോൾ ആ കുഞ്ഞു പ്രാവുകളെ കൂട്ടുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഇപ്പോൾ വലിയ പ്രാവുകൾക്കാണ്. വേ ദിൻ മേ കൈ കൈ ബാർ ആത്തേ ജാത്തേ ഹെ ഓർ ക്യോ ന ആയേ ജായേ ആഖിർ ഉൻകാ ഫിഖർ ഹെ. അങ്ങനെ ദിവസവും വരികയും പോവുകയും ചെയ്ത അവസാനം ലേഖകൻ്റെ വീടും അതിൻ്റെ വീടായി. ലേക്കിൻ ഉൻകെ ആനെ ജാനെ സെ ഹമേ പരേശാനി ഭി ഹോത്തി ഹെ. വേ കാഫി കിസി ചീസ് കോ ഗിരാക്കർ തോട് ദേത്തെ ഹെ. അപ്പോൾ ഇങ്ങനെ എന്നും വരികയും പോവുകയും ചെയ്യുമ്പോൾ ലേഖകനും കുടുംബത്തിനും അതൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോൾ എന്ത് ചെയ്തു, അത് ചിലപ്പോഴൊക്കെ സാധനങ്ങളൊക്കെ താഴെ തള്ളിയിട്ട് നശിപ്പിക്കാനൊക്കെ തുടങ്ങുന്നു. അപ്പോൾ കഫി മേരി ലൈബ്രറി മേ ഘുസ്കർ ഖബേറിയ മിർസ ഗാലിബ് കോ സതാനെ ലഗ്തേ ഹെ. ചിലപ്പോഴെന്ത് ചെയ്തു, ലേഖകൻ്റെ ലൈബ്രറിയിൽ കയറി കബീറിൻ്റെയും മിർസ ഗാലിബിനെയും ഒക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അവരുടെ പുസ്തകങ്ങളൊക്കെ താഴെ തള്ളിയിടാനൊക്കെ തുടങ്ങി. इस रोज की परेशानी से तंग आकर मेरी पत्नी ने उस जगह जहाँ उनका आशियाना था एक जाली लगा दी है, उनके बच्चों को दूसरी जगह कर दिया है. അങ്ങനെ ദിവസമുള്ള ഈ ശല്യം കാരണം ലേഖകൻ്റെ ഭാര്യ എന്ത് ചെയ്തു, ആ പക്ഷിക്കൂടുണ്ടല്ലോ ആഷിയാന, അവിടെ ഒരു ജാലി, ഒരു വല വലിച്ചു. എന്നിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്തു, വേറൊരു സ്ഥലത്തേക്ക് മാറ്റി. ഉൻകെ ആനയ്ക്ക് കിഡ്കി കോഫി ബന്ധിക്കുക. അപ്പോൾ അത് പ്രാവുകൾ വരുമായിരുന്ന ആ ജനലും കൂടെ എന്ത് ചെയ്തു, അവരങ്ങ് അടച്ചു. കിഡ്കിക്ക് ബാഹർ അബ് ദോനോ കബൂത്തർ രാത് ഭർ ഖാമോഷ് ഓർ ഉദാസ് ബൈഠ് രഹത്തെ ഹെ. അപ്പോൾ ജനലിന് വെളിയിൽ ഇപ്പോൾ ആ 2 പ്രാവുകളും എന്ത് ചെയ്തു, രാത്രി മുഴുവൻ ഇങ്ങനെ നിശബ്ദരായിട്ട് ഉദാസീനരായിട്ട് ഇരിക്കുകയാണ്. മഗർ അബ് ना जोलामन है जो उनकी जुबान को समझकर उनका दुख बांटे, ना मेरी माँ है जो उनके दुखों में सारी रात नमाज़े में കാട്ടെ. ഇപ്പോൾ ലേഖകൻ പറയുവാണ്, ഇവിടെ ഇപ്പോൾ ആരില്ല, സോളമനില്ല. ജുബാൻ, മനസ്സിലുള്ള കാര്യം കേട്ട് മനസ്സിലാക്കി അവരുടെ ദുഃഖം വീതിച്ചെടുക്കാൻ ഇവിടെ ഒരു സോളമനും ഇല്ല, എൻ്റെ അമ്മയും ഇല്ല. അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, ദുഃഖം ദിവസം മുഴുവൻ ഇരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേനെ. അപ്പോൾ അവർ 2 പേരും ഇന്ന് ഇല്ല ഇവിടെ. അതുകൊണ്ട് ഇതെന്ത് ചെയ്യുവാണ്, ഈ പ്രാവുകൾ ദുഃഖിച്ചിരിക്കുകയാണ്. നദിയാ സീഞ്ചേ ഖേത്തക്കോ തോത്താ കുതർ ആം സൂരജ് ടേക്കേദാർ സബ്കോ ബാണ്ടേക്കാം. അപ്പോൾ നദികളുടെ ജോലി എന്താണ്? നദികളാണ് ഖേത്ത്, പാടങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നത്, ആവശ്യമായ ജലം നൽകുന്നത് അല്ലേ. ജിസ് തരഹ് നദിയാം വിനാ കിസി ഭേദ്ഭാവ് കി സഫി കി ഖേത്തോं को अपनी पानी देते हैं. അപ്പോൾ ഒരു ഭേദഭാവങ്ങളും ഇല്ലാതെ എങ്ങനെയാണോ നദികൾ കൃഷിസ്ഥലത്തിന് വേണ്ടി തൻ്റെ ജലം നൽകുന്നത്. और जिस तरह से किसी भी आम के बगीचे से आम खाने पहुँचता है തോത്തേ ने. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് തോത്ത, പാരറ്റ്, തത്തകളൊക്കെ എങ്ങനെയാണ് ആരോടും അനുവാദം ചോദിക്കാതെയാണ് എന്ത് ചെയ്യുന്നത്, ആരുടെയെങ്കിലും ഒക്കെ തോട്ടത്തിൽ കയറി എന്ത് ചെയ്യുന്നത്, കുതിര ആം കഴിക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് എല്ലാവരെയും ഉണർത്തുന്നത്, കിസിഫി ഭേദഭാവുക്കെ ഒരു ഭേദഭാവങ്ങളും ഇല്ലാതെയാണ് എല്ലാവരെയും എന്ത് ചെയ്യുന്നത്, സൂര്യൻ ഉണർത്തുന്നത്. എന്തിനു വേണ്ടി? കാം കർണേക്കയിലെ, ജോലി ചെയ്യാൻ വേണ്ടി. സബ്കോ ബാണ്ടേ കാം, എല്ലാവർക്കും ജോലി ഭാഗിച്ചു കൊടുത്തുകൊണ്ട്. അപ്പോൾ എല്ലാവരെയും ജോലി ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട് സൂര്യനും എന്ത് ചെയ്യുന്നു, അതിരാവിലെ എല്ലാവർക്കും പ്രകാശം നൽകിക്കൊണ്ട് എല്ലാവരെയും ഉണർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെന്താണ് പറയുന്നത്, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവർക്കും തുല്യമായ അധികാരവും അവകാശവും ചുമതലകളും ഉണ്ടെന്നാണ് ലേഖകൻ ഇതിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു.